ഹായ് മക്കളെ, എന്തൊക്കെയാടാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? റെഡിയാണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നിങ്ങളെ 8ാം ക്ലാസ്സിലെ ജീവിതം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. 9ാം ക്ലാസ്സിലേക്ക് വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലേ? കാരണം എന്താ, നമുക്ക് 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് അതിന് ശേഷം +1 +2 ഒക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ജോലിയിലേക്ക് എത്തണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ 8ാം ക്ലാസ് പാസ് ആവണം. അപ്പോൾ 8ാം ക്ലാസ് പാസ് ആവണമെങ്കിലോ പരീക്ഷ വേണ്ടേ? പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. എന്നാണ്? നമ്മുടെ മാർച്ച് 5-ാം തീയതിയാണ് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യണത്. മാർച്ച് 26 വരെ എക്സാം ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ ലീവ് ഉണ്ട്. സോ പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. കളിക്കാൻ പോയിട്ട് നിങ്ങളെ മാർക്ക് കുറയ്ക്കരുത്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5-ാം തീയതി തുടങ്ങുന്ന എക്സാം മലയാളം സെക്കൻഡ് ആണ് കേട്ടോ. അതേപോലെ 7-ാം തീയതി 5 പിന്നെ 7-ാം തീയതിയാണ് നമ്മുടെ ഇംഗ്ലീഷ് ആണ്. ദെൻ 14-ാം തീയതി എന്താണ്, വർക്ക് എക്സ്പീരിയൻസ്. നോക്കടാ, 7-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം ലീവാ. 6 ദിവസം ലാവിഷായിട്ട് പഠിക്കാം. വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് അത്ര പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമുക്ക് സോഷ്യൽ വരുന്നുണ്ട്. സോഷ്യൽ എന്നാണ്? 16-ാം തീയതിയാണ്. 19-ന് മലയാളം ഫസ്റ്റ് ആണ്. ദെൻ 21-ന് ഹിന്ദിയാണ്. 23-ന് ബേസിക് സയൻസ് ആണ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. അതേപോലെ 26-ന് മാത്തമാറ്റിക്സോട് കൂടി നിങ്ങളെ എക്സാം അവസാനിക്കുകയാണ്. സോ മക്കളെ, ടൈം ടേബിൾ ഒന്ന് നോക്കി വെക്കുക. ഇതിന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണമെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റഡി പ്ലാൻ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റഡി പ്ലാനിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇപ്പം തന്നെ പുസ്തകം എടുത്തിട്ട് പഠിച്ച് തുടങ്ങണമെങ്കിൽ തുടങ്ങിക്കോ. നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്ത് 8ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ട് 9ാം ക്ലാസ് എഴുതിയിട്ട് നമ്മൾ പിന്നെ 10ാം ക്ലാസ്സിലേക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് എത്തൂലേ? എത്തണം. അതുകൊണ്ട് മക്കളെ, കൂടെ കൂടിക്കോ, കൂടെ ഉണ്ട് എജുപോട്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വരുന്ന സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാം. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.